RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാഴ്സലോണയുടെ അവസാനത്തെ ലീഗ് മത്സരത്തെ കുറിച്ചാണ്. ഇതിൽ ബാഴ്സലോണ RCD മലാർക്കയോട് ഒരു ഗോളിന് വിജയിച്ചു. ഈ ഒരു കളിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലില് ഗോൾ കീപ്പറും ഒരു ഡിഫൻഡറും ഒഴിച്ച് ബാക്കി 9 പേരും സ്പെയിനിന്റെ താരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ ബാഴ്സലോണയ്ക്ക് റയൽ മഡ്രിഡിലും സ്പെയിനിന്റെ താരങ്ങൾ കൂടുതലുണ്ട്. ഇതിനു മുമ്പും ബാഴ്സലോണയ്ക്ക് ഇതേപോലെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഇന്നലെ ഹെക്ടർ ഫോർട്ട്, അതേപോലെ എറിക് ഗ്രാസിയ, അൻസു ഫാത്തി കുറെ കാലങ്ങൾക്ക് ശേഷം 2024 ഇറങ്ങിയ അൻസു ഫാത്തി സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിച്ചു. മൊത്തത്തിൽ ഒരു സ്പാനിഷ് മയമായിരുന്നു. ഗോൾ കീപ്പർ ഷെസ്നിയും ഡിഫൻഡർ അറോഹോ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 9 പ്ലേയേഴ്സും സ്പെയിനിന്റെ കളിക്കാരാണ് ഇന്നലെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ബൂട്ട് കിട്ടിയത്. അതാണ് ഇതിനു മുമ്പും ബാഴ്സ മെസ്സിയൊക്കെ കളിക്കുന്ന സമയത്ത് സാവി, ഇനിയസ്റ്റ, അങ്ങനെ പിയോള്, PK ഇവരെല്ലാം കളിക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് ബാഴ്സലോണയിൽ ഇത്രയും കൂടുതൽ പ്ലെയേഴ്സ് ഒരു ടീമിൽ നിന്ന് കളിക്കുന്നത് അത് ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. അതിനു മുമ്പ് ഇതേപോലെ അറ്റ്ലറ്റിക്കോ മഡ്രിഡിലും ഇതേപോലെ അർജന്റീനയുടെ കുറെ പ്ലേയേഴ്സ് കളിക്കുന്നത് ഈ സീസണിൽ 7 പേരൊക്കെ ഒരുമിച്ച് ഇറങ്ങിയ ഇത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കളിയിലേക്ക് കടക്കാം. കളിയിൽ മൊത്തത്തിൽ 43 ഷോട്ടുകളാണ് ബാഴ്സലോണ ഇവർക്കെതിരെ മലാർക്കയ്ക്കെതിരെ അടിച്ചത്. അതിൽ 13 ഓൺ ടാർജറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഗോള് 1-0 ബാഴ്സ ജയിച്ചത്. എന്താ കാരണം വെച്ചാൽ ബാഴ്സ കളിക്കാത്തതുകൊണ്ടല്ല, ബാഴ്സ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാഴ്സ കളിച്ചു. പക്ഷെ ഭാഗ്യത്തിന്റെ ഒരു കേടും, അതേപോലെ തന്നെ മലാർക്കയുടെ ഗോൾ കീപ്പർ ചങ്ങായിക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം. എന്താന്ന് പറഞ്ഞാല് അതിമാരകമായ ഉറച്ച കുറെ ഗോളുകൾ അതൊക്കെ സേവ്. അതേപോലെ ഡിഫൻസിനും ഒരു നല്ല കൈയടി. ഡിഫൻസ് പറഞ്ഞാൽ ഒരു 5-4 ഒക്കെ ആയിരുന്നു ഡിഫൻസിൽ കളിക്കുന്നുണ്ടായിരുന്നത്. ഇവരുടെ ഒരു കളിയുടെ തന്ത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാം. കിട്ടിയ ചാൻസ് ഓഫ് സൈഡ് ട്രാപ്പ് ബാഴ്സലോണ ബീറ്റ് ചെയ്തിട്ട് എങ്ങാനും ഒരു ഗോളോ അടിച്ച് ജയിക്കുക അല്ലെങ്കിൽ സമനില പിടിക്കാൻ നോക്കാന്നുള്ളൊരു ഒറ്റ ഇതിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ബാഴ്സ തൊട്ടൊക്കെ മുതൽ ഒരു രക്ഷയില്ലാത്ത അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി. അമ്മാരുടെ സൈഡിൽ നിന്ന് ഫെറാൻ ടോറസ്, അൻസുഫാത്തിക്ക് 2-3 ഗോളിന്റെ ചാൻസുകളാണ് കിട്ടിയത്. പക്ഷെ ഗോളിയുടെ സേവും കറക്റ്റായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത് ഗോളാക്കാൻ പറ്റാത്ത കൊണ്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇന്നലെ അൻസുഫാത്തിക്ക് അല്ലെങ്കിൽ 1-2 ഗോൾ അടിക്കേണ്ട ചാൻസ്. അതായത് യമാലിന് ഗോളിക്ക് മുന്നിൽ യമാലും ഗോളിയും മാത്രമേ ഉള്ളൂ. അത് പെറ്റയുടെ അതിസുന്ദരമായ ഒരു അസിസ്റ്റിലൂടെയാണ് അത് ചിപ്പ് ചെയ്ത് ഗോളാക്കാൻ നോക്കി. പക്ഷേ ഗോൾ കീപ്പർ അത് തടഞ്ഞു. അതേപോലെ കുറെ ഓൾമോടെ, അതേപോലെ റഫീനിയോ, എല്ലാവരും വന്നവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അടിയോട്. ഇത് റെക്കോർഡാണ്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലീഗയിൽ ഒരു ഇത്രയും ഷോട്ടുകൾ ഉതിർക്കുന്നത്. ഇതിനു മുമ്പ് റയൽ മഡ്രിഡാണ് ഈ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇത്രയും ഷോട്ടുകൾ ഉതിർത്തത്. അപ്പോ ഗോളിൽ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷെ റിലാക്സ് ആയിട്ട് തന്നെ കളി. അവര് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ നിന്ന്. ഇന്നലെ ഹെക്ടർ ഫോർട്ട് കളി ഇറങ്ങിയിട്ടുണ്ട്. ആള് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ജെറാർഡ് മാർട്ടിനെക്കാളും അത്യാവശ്യം കുറച്ചുകൂടെ ഡിഫൻസ് കുറച്ച് മോശമാണെങ്കിലും ആള് അറ്റാക്കിലേക്ക് കുറച്ച് കയറി വരുന്നുണ്ട്. അതാണ് കണ്ടത്. പിന്നെ അൻസു ഫാത്തിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ആഗ്രഹമാണ് അങ്ങനെ ആ ഒരു പ്ലെയർ, അത്ര ലെമാലിനെ പോലെ തന്നെ കഴിഞ്ഞ കുറെ ബാഴ്സയിൽ വന്ന സമയത്ത് അത്രയും ഹൈപ്പോട് കൂടി വന്ന, പക്ഷെ കുറെ പരിക്കുകളും ആളുടെ ഫോമില്ലായ്മയും കാരണം ഇപ്പോൾ ബെഞ്ചിലാണ്. ഇപ്പോൾ ബാഴ്സലോണ വിൽക്കാൻ തന്നെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇന്നലെ ഒരു അവസരം ഹാൻസി ഫ്ലിക്ക് കൊടുത്തതിന് ഒരു കയ്യടിയുണ്ട്. ഹാൻസി ഫ്ലിക്കിന്റെ ആ ഒരു തീരുമാനത്തിന് അനുയോജ്യമായ കളിയാണ് ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫെറാൻ ടോറസും കളിച്ചു. എല്ലാവരും ഇന്നലെ നല്ല കളിയായിരുന്നു. അതേപോലെ യമാലിന് 2-3 ചാൻസ്, ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. അതേപോലെ ഇന്നലത്തെ കളിയിലെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് പെഡ്രി, ദ എൻജിൻ ഓഫ് ബാഴ്സലോണ. ഒന്നും പറയാനില്ല, എൻജിൻ തന്നെയാണ് ചങ്ങായി ഇന്നലെ ഇട്ടുകൊടുത്ത പാസുകളും റിക്കവർ ചെയ്ത ബോളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ആർക്കത് ഈ കളിയിൽ മാൻ ഓഫ് ദി മാച്ച്? ഗോൾ അടിച്ചത് ഓൽമോ ആണ്. അത്യാവശ്യം എല്ലാവരും കളിച്ചിട്ടുണ്ട്. ഗോൾ കീപ്പർ കൊടുക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ടെന്നുള്ളൂ, ഒന്നല്ലെങ്കിൽ പെഡ്രി അല്ലെങ്കിൽ മലാർക്കോട് ഗോൾ കീപ്പർക്ക്. അത്രയും നല്ല സേവുകൾ ആൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരു മിഡ്ഫീൽഡർ, ഒരു ടീമിന്റെ എൻജിൻ എന്താണെന്ന് കാണിച്ച കളിയാണ് ഇന്നലെ. ഇപ്പൊ ഇതിന് മുമ്പത്തെ കളിയിൽ റിക്കവറി 17 എടുത്തിട്ടുണ്ടായിരുന്നു പെഡ്രി. ഇന്ന് ആ റെക്കോർഡ് ആളെന്നെ തിരുത്തി, 18 റിക്കവറി ബോൾ എടുത്തു. ഒന്നും പറയാനില്ല. ആ ബോളുകളും അസിസ്റ്റുകളൊക്കെ കൊടുത്ത ബോളുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഗോളാക്കണമെങ്കിൽ പെഡ്രിയുടെ പേരിൽ എത്രയോ അസിസ്റ്റുകൾ വരേണ്ടതാണ്. ഇന്നലെ യമാലിന് കൊടുത്തത്, ഫെറാൻ ടോറസിന് കൊടുത്തത്, ഓൽമോക്ക് കൊടുത്തത്, ഇതൊക്കെ അതിസുന്ദരമായിട്ട് അൻസോഫാത്തിക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അൻസോഫാത്തി ലെഫ്റ്റ് ഷൂട്ട് കൊണ്ട് ബോൾ അടിച്ചത് ഗോൾ പറ്റില്ല. ഫെറാൻ ടോറസിന്റെ പുറത്തുകൂടെ വെളിയിലൂടെ പോസ്റ്റിന്റെ സൈഡിലൂടെ പോയി.
സുന്ദരമായിട്ടാണ് ഈ ബോളിനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇങ്ങനെ പാമ്പ് എഴിയുന്ന പോലെ ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞിട്ട് ഏതി കൂടിയൊക്കെ എങ്ങനെ കയറി പോകുന്ന ആശാൻ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എതിർ ടീമിന് പറയാൻ പറ്റും. ചിലപ്പോ നമ്മളെല്ലാവരും ഇങ്ങനെ പാസ് ഇട്ട് കൊടുക്കുന്ന വിചാരിക്കും, ആള് നേരെ തിരിഞ്ഞിട്ട് ഇപ്പൊ സൈഡിൽ കൂടെ ബോൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പാസ് കൊടുക്കും. അങ്ങനെ ഒന്നും പറയാനില്ല ചങ്ങായിയുടെ കളി. പെഡ്രി തന്നെയാണ്. ഇപ്പൊ പെഡ്രി ഇല്ലാതെ കഴിഞ്ഞ കളിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബാഴ്സലോണയ്ക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നത്. എന്താ പറഞ്ഞാൽ ഈ മിഡ്ഫീൽഡിൽ ബോൾ ഹോൾഡ് ചെയ്യാം. 4 അസിസ്റ്റും 4 ഗോളൊക്കെ ഈ സീസണിൽ നേടിയിട്ടുള്ളൂ പെഡ്രി. പക്ഷെ കുറേ മാൻ ഓഫ് ദി മാച്ചുകൾ നേടിയിട്ടുണ്ട്, ഒരു ഗോളും ഒരു അസിസ്റ്റോ ചെയ്യാതെ. കളിയെ ഹോൾഡ് ചെയ്യാം, അതാണ് ഒരു മിഡ്ഫീൽഡർ. ഈ സീസണിൽ എനിക്ക് പറയണമെങ്കിൽ ഒരുപാട് മിഡ്ഫീൽഡേഴ്സ് കളി മെനഞ്ഞിട്ടും ഗോൾ അടിച്ചിട്ടും അസിസ്റ്റ് അടിച്ചിട്ടൊക്കെ റെക്കോർഡിൽ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഒരു ഇതിൽ പെഡ്രി ദ നമ്പർ 1 മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. അതിലൊന്നും പറയാനില്ല. വേറെ ഇപ്പോൾ ബെല്ലിഹാമും അതേപോലെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു ചങ്ങായി കളി നിയന്ത്രിക്കുന്ന പോലെ ആർക്കും ഇപ്പോൾ ഒരു കളി ഇപ്പോൾ 4 ഗോൾ ലീഡിൽ നിൽക്കുകയാണെങ്കിൽ അതെങ്ങനെ ഹോൾഡ് ചെയ്യണം, അതേപോലെ കളി തോറ്റ് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ അത് പുഷ് ചെയ്യണം, അതെല്ലാം ചങ്ങായിക്ക് അറിയാം. അതുകൊണ്ട് ആ ചങ്ങായിയുടെ കാര്യം പറയാൻ ഒരു വാക്കുമില്ല. അതേപോലെ അറോഹോ ഇന്നലെ മിന്നും ഫോമിലായിരുന്നു. കുറേ ബോൾ ക്ലിയറൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ലൊരു 2 ചാൻസ് ഗോളിന് അറോഹോയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ പോസ്റ്റിൽ ഗോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അടിച്ചത് സൈഡിലൂടെ പോസ്റ്റിന്റെ റൈറ്റ് സൈഡിലെ പോസ്റ്റിന്റെ സൈഡിലൂടെ പോയി. അങ്ങനെ മാർട്ടിനസ്, അങ്ങനെ എല്ലാവരും നന്നായിട്ട് അത്യാവശ്യം ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗോളിൽ ജയിച്ചു കയറി. ഇതാണ് ഇന്നലത്തെ ബാഴ്സയുടെ കളിയിലെ വിലയിരുത്തൽ. അതുപോലെ എരിസ് ഗാർസിയ റൈപ്പിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആളും അത്യാവശ്യം നന്നായിട്ട് യമാലിനെ സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. കുണ്ടെ കുറേ കാലങ്ങൾക്ക് ശേഷം കുണ്ടെ സ്റ്റാർട്ടിങ്ങിൽ ഇല്ലാണ്ട് ആൾക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്ന കോപ്പ ഡെൽ റയൽ മാഡ്രിഡായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കൊരു റെസ്റ്റ് അനിവാര്യമാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഫ്രാൻസിനായിക്കോട്ടെ ബാഴ്സലോണയ്ക്കായിക്കോട്ടെ ഈ ചങ്ങായി റെസ്റ്റ് എടുത്തിട്ടുള്ള കളിയിൽ നിന്ന് എക്സ്ട്രാ ടൈം ആയിക്കോട്ടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അത് ബാഴ്സയുടെ ഇപ്രാവശ്യത്തെ ഈ ഹാൻസി ഫ്ലിക്ക് ശേഷം അവിഭാജ്യ ഘടകമാണ്. ചങ്ങായി സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വിങ് ബാക്ക് കളിക്കുമ്പോൾ ആൾക്ക് സെറ്റല്ല എന്ന് പറഞ്ഞിട്ട് ആള് ക്ലബ്ബ് വിടാനൊക്കെ നിന്നായിരുന്നു. പക്ഷെ ഇപ്പോ ബാഴ്സലോണയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ചങ്ങായി. അപ്പോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും.